ഹലോ ഗൈസ്. അപ്പം ഞങ്ങളിന്ന് മലേഷ്യ പോവാണ്. അപ്പം മലേഷ്യ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് കൊച്ചിയിൽ നിന്ന് നാട്ടിലോട്ട് വന്നു. ഇന്ന് രാവിലെ എത്തിയിട്ടുള്ളൂ. ഇന്ന് രാവിലെ അല്ല അല്ലേ, ഇന്നലെ രാത്രി എത്തി. പക്ഷെ രാവിലെ വന്നതിൻ്റെ ഫീലാണ് കിട്ടുന്നത്. കാരണം ഒരുപാട് പണിയുണ്ടായിരുന്നു. ഉത്രാടപ്പാച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇന്നാണ് ഞങ്ങൾക്ക് ഉത്രാടപ്പാച്ചിൽ എന്താണെന്ന് മനസ്സിലായത്. കാരണം ഇങ്ങനെ യാത്ര പോകുന്നതുകൊണ്ട് സാധനങ്ങളെല്ലാം വെച്ചോ നോക്കിയപ്പോൾ ചില സാധനങ്ങളൊക്കെ മിസ്സായി പോയി. അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങാൻ വേണ്ടി പോയി. അങ്ങനെ ഓടി വന്നു. അങ്ങനെ നല്ല പാടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് തുമ്മലും കൂടെ ആയതുകൊണ്ട് അടിപൊളിയാണ്. ഓണമൊക്കെ അല്ലേ, അപ്പം എല്ലാ രീതിയിലും ഓട്ട മത്സരമാണ് കേട്ടോ. ഇപ്പം ഞങ്ങളിങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ അവസ്ഥ. എല്ലാം കൂടെ കുത്തി മറച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇനി കറക്റ്റ് പാക്ക് ചെയ്ത് വെക്കണം. 2 പേര് പോകുന്നുണ്ട്, ഞാനും അനിയത്തിയും. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, അതിൻ്റെ കൂടെ തുമ്മൽ എല്ലാം നല്ല പണിയായിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ മേടിച്ച പോർട്ടബിൾ ലഗേജ് വെയിങ് മെഷീൻ. സാധാരണയുള്ള വെയിങ് മെഷീൻ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ലഗേജ് വെയിങ് മെഷീൻ ഞങ്ങളിങ്ങനെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഓട്ടോ വിളിച്ചാണ് പോകുന്നത്. കുറച്ച് ദൂരമുണ്ട്. കരിപ്പൂർ എയർപോർട്ടിൽ, കാലിക്കറ്റ് എന്നൊക്കെ പേരേ ഉള്ളൂ. കരിപ്പൂർ എയർപോർട്ടാണ് ആക്ച്വലി അത്, ഞങ്ങളുടെ മലപ്പുറം ജില്ലയിൽ. ഇവിടെ വന്നപ്പോൾ ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ, അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. അതാണ് നിങ്ങൾ ഈ ഉടനീളം കാണാൻ പോകുന്നത്. എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. ഫസ്റ്റാണ് ഞാൻ ഫ്ലൈറ്റ് കയറുന്നത്. എന്നെ സംബന്ധിച്ചോളം എല്ലാ കാര്യങ്ങളും എക്സൈറ്റഡ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെയും എക്സൈറ്റ്മെൻറ്റ് കൂടുതൽ കാണിക്കുന്നുണ്ട്. നിങ്ങളൊന്നും വിചാരിക്കരുത്, ആദ്യമായിട്ട് ഫ്ലൈറ്റ് കാണുന്നതിൻ്റെ ത്രില്ലാണ്, വേറെ ഒന്നുമില്ല. അപ്പം അനിയത്തിയും ഞാനും ഒരേ മൂഡായതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. കാരണം ഇതെന്താ ഇവിടെ ഇത്ര ഓവറാക്കുന്നതെന്ന് ആർക്കും തോന്നിയിട്ടുണ്ടാവില്ല. പിന്നെ ഇതൊക്കെ മനുഷ്യ സഹജമായ വികാരങ്ങളാണ് എക്സൈറ്റ്മെൻറ്റ്. നമ്മളത് കാണിക്കണം. അപ്പം ഞാനിവിടെ ഓവറായിട്ട് കാണിക്കുന്നു വിത്ത് വീഡിയോ, അത്രേ ഉള്ളൂ. പിന്നെ യൂട്യൂബൊക്കെ എടുക്കണ്ടേ, അതിൻ്റെ ഭാഗമായിട്ട് വീഡിയോ എടുക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ കാഴ്ചകൾ ഇങ്ങനെ കാണുകയാണ്. മലേഷ്യ എന്നുള്ള ആ ഒരു പതാക കണ്ടപ്പോൾ ഞാൻ സന്തോഷം കൊണ്ട് പുളകിതയായിട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ കയറാൻ പോവാണ്. കയറുന്നതിൻ്റെ ത്രില്ലാട്ടോ. കയറിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്നറിയില്ല, പക്ഷെ എന്തുകൊണ്ടോ ഞങ്ങൾക്ക് ത്രില്ല് മാറിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ അത് കണ്ടോ, വലതുകാല് വെച്ച് കയറിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് എന്താകും എന്നറിയാത്തതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലിരിക്കാൻ ഞാൻ. മഴ ഉണ്ടായപ്പോൾ എനിക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈശ്വരാ, എപ്പോഴും പേടി ഉണ്ടാവുമല്ലോ. ഫ്ലൈറ്റിൽ കയറുമ്പോൾ പേടിയില്ലാത്ത ആൾക്കാരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ആദ്യമായിട്ട് കയറുന്നതുകൊണ്ടാണ് തോന്നുന്നു ഓവറായിട്ട് പേടിച്ചായിരുന്നു. പക്ഷേ എൻ്റെ ലൈഫിൽ വളരെ സ്മൂത്തായിട്ട് ഞാനൊരു ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ട്രാവലായിരിക്കും. കാരണം എയർ ഏഷ്യയുടെ ആയതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഇത്രയും ഈസി ആയിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് പോയി വരുന്ന സമയത്ത്. ഇപ്പോഴൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു എന്താ അവിടെ നടക്കാൻ പോണേന്ന്. പക്ഷേ ഒരു കുഞ്ഞു കുട്ടിയുടെ ക്യൂരിയോസിറ്റി എൻ്റെ മൊത്തം ട്രിപ്പിലും കാണാനുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ കുറേ വീഡിയോ എടുത്തിട്ടുണ്ട്. ഉണ്ടാവും. ഞാൻ ടൈം വരെ നോക്കി. രാത്രി 12 മണിക്ക്. രാത്രി 12 മണിക്കാണ് ഞങ്ങൾ ഇവിടുന്ന് പോണേ. അവിടെ എത്തുമ്പോൾ 7 മണിയാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 hours നേരത്തെയാണ് അവർ, നമ്മൾ പിറകിലും. അതുകൊണ്ട് രാവിലത്തെ ആ വ്യൂ കാണാൻ പറ്റുന്നുള്ള ഒരു ഭാഗ്യം നമുക്കുണ്ടായിരുന്നു. കാരണം എനിക്ക് വിൻഡോ സീറ്റ് കിട്ടി. വിൻഡോ സീറ്റ് കിട്ടുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തതല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമെന്നുള്ള പ്ലാനും ഇട്ടു കേട്ടോ. അപ്പം ഇതാണ് ഞാൻ കാണുന്ന വ്യൂ. അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുണ്ടായില്ല. മോഷൻ സിക്നെസ് ഒക്കെ ഉള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഞാൻ ഉറങ്ങിയില്ലെങ്കിലും എനിക്ക് ആ ഉറക്കത്തിൻ്റെ ക്ഷീണമൊന്നും ഉണ്ടായില്ല കേട്ടോ. ഉറക്കം കിട്ടാത്തതിൻ്റെ ക്ഷീണമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാൻ അത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു. ഈ ഒരു വ്യൂ കണ്ടപ്പോൾ എനിക്കറിയില്ല എന്തൊരു നല്ല വ്യൂ ആയിരുന്നു എന്നറിയോ. കാരണം ഒരു സൈഡിൽ രാത്രി ആണെങ്കിൽ മറ്റേ സൈഡിൽ രാവിലെ എന്നുള്ളൊരു വ്യൂ ആണല്ലോ ഇത്. നല്ല ഭംഗിയുള്ള വ്യൂ ആണ്. ഞാൻ ഫോട്ടോസൊക്കെ എടുത്തു. ലൈഫിൽ നമ്മളെപ്പോഴും പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഈ എക്സൈറ്റ്മെൻ്റ് ആണ്. തുടക്കത്തിൽ ഈ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ഒരുപാട് വട്ടം ഫ്ലൈറ്റിൽ കയറുന്ന ഒരാൾക്കും ഇങ്ങനൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ല. പിന്നെ ഈ ആകാശം, അതുപോലെ സൺറൈസ്, സൺസെറ്റ്, മൂണ്, ഇതൊക്കെ എക്സൈറ്റഡ് ആയിട്ട് നോക്കി കാണുന്ന ഒരാളാണ് ഞാൻ. പ്രകൃതിയെ ഭയങ്കരമായിട്ട് എന്താ പറയുക, എൻജോയ് ചെയ്ത് കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെയുള്ള ഒരു ആൾക്ക് ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇതെല്ലാവർക്കും ഇങ്ങനെയാണോ എന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് കേട്ടോ ഞാൻ ഈ പറയുന്നത്. കാരണം താഴേന്ന് നോക്കിയിട്ടുള്ള ഒരു കാഴ്ചയല്ലേ ഞാൻ കണ്ടിട്ടുള്ളൂ. മേലെ നിന്ന് ഇത്ര അടുത്ത് നിന്ന് ഇങ്ങനെ മേഘങ്ങൾ കാണുമ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ. പ്രത്യേകിച്ചും രാവിലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചുറ്റുമൊന്നും അങ്ങനെ നോക്കാൻ. സൺറൈസ് അങ്ങനത്തെ എനിക്കറിയില്ല, നല്ല ഫീലാണത്. എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു വികാരമാണോ അതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഞാൻ അതൊക്കെ എൻജോയ് ചെയ്ത്, ലൈക്ക് എനിക്ക് അവിടെ ഫ്ലൈറ്റ്
ഇറങ്ങുന്നത് വരെ ഞാൻ ഓക്കെ ആയിരുന്നു, എക്സൈറ്റഡ് ആയിരുന്നു. ഇറങ്ങിയ ശേഷം ഞാൻ എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് വേറൊരു രാജ്യത്തിലോട്ട് പോകുന്നത്. അതും ഈ ഒരു ടൈം ഇൻ്റർവെൽ എങ്ങനെയാണെന്നുള്ളതും കൂടെ എനിക്ക് അറിയണം എന്നുണ്ടായിരുന്നു. എത്തി, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഫുൾ ടൈം കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അവിടെ എത്തിയ ശേഷമുള്ള വീഡിയോസ് ഇനി കാണാം. ഡ്രസ്സ് ചെയ്തു ബാത്റൂമിൽ, അങ്ങനെ ഡ്രസ്സ് ചെയ്തു. മേക്കപ്പ് ഒന്നുമില്ല, ജസ്റ്റ് ഡ്രസ്സ് മാത്രം മാറി. ചെക്കിൻ ബാഗിലാണ് മേക്കപ്പ് സാധനങ്ങളൊക്കെ, അതുകൊണ്ട് മേക്കപ്പ് ഒന്നും ഇല്ലാതെ നമ്മൾ മാറി. എൻ്റെ ഫസ്റ്റ് വോയിസ് ഓവറില്ലാത്ത വീഡിയോ മലേഷ്യൻ ട്രിപ്പിൻ്റെ വീഡിയോ ആണ്. ഫസ്റ്റ് ഞാൻ ഓൺ വോയിസ് ആയിട്ട് ലൈവായിട്ട് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും നോക്കാം എന്താണ് അവസ്ഥ. തുടങ്ങിയത് ഞാൻ എയർപോർട്ടിൽ വെച്ചിട്ടാണ്, കോലാലംപൂർ എയർപോർട്ടിൽ നിന്നാണ് എൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഫ്ലോപ്പായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം മേക്കപ്പ് സാധനങ്ങളൊന്നുമില്ല, ഡ്രസ്സ് എങ്ങനെയൊക്കെയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് തുടങ്ങാം. ഗുഡ് മോർണിംഗ്. അപ്പം തിരുവോണം ദിവസമാണ് ഞാനിപ്പോൾ തുടങ്ങുന്നത് ബാത്റൂമിൽ നിന്നാണ്. എന്തിനാണ് നമ്മൾ ഇതിലൂടെ നടക്കണമെന്ന് നമുക്ക് തന്നെ അറിയില്ലല്ലോ. അപ്പം വിജനമായ എയർപോർട്ടിൽ ഞങ്ങൾ നടക്കുകയാണ്. എങ്ങോട്ടാ പോകേണ്ടതെന്നൊന്നും അറിയില്ല. ഇതാണ് നമ്മുടെ കോലാലംപൂർ എയർപോർട്ട് കേട്ടോ, എയർ ഇന്ത്യ. നമ്മൾ വന്നത് എയർ ഏഷ്യയിലാണ്. എങ്ങനെയുണ്ട്? ഇത് കണ്ടോ, നമ്മൾ വെയിറ്റ് ചെയ്യാൻ നിൽക്കുന്ന സ്ഥലം കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്കിതിൽ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയതെന്ന് വെച്ചാൽ ഫുൾ കൊറിയൻ സിനിമ കണ്ട ഫീലായിരുന്നു.